വി സി വുഡ്സിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. നാർണിയ, യെസ്, ഈ നാർണിയ എന്ന പേരൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡ് നമ്മുടെ അടുത്ത് ഓടി എത്താറുണ്ട്. യെസ്, ചെറുപ്പത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു 2000 കാലഘട്ടത്തിലൊക്കെ ജനിച്ചവരാണ് എങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു ഫാൻറ്റസി നാർണിയ എന്ന ലോകത്ത് പോവേണ്ടതായിരുന്നു. അസ്ലാൻ എന്ന സിംഹത്തെ കാണേണ്ടതായിരുന്നു. സോ ഞാൻ ആദ്യമായിട്ട് കണ്ട ഫസ്റ്റ് ഒരു ലൈവ് ആക്ഷൻ ഇംഗ്ലീഷ് മൂവി എന്ന് പറഞ്ഞ നാർണിയാണ്. അത് മലയാളത്തിൽ ഡബ്ഡ് വേർഷനാണ് കാണുന്നത്. സോ നിങ്ങൾ എത്ര പേര് നാർണിയ എന്ന ആ വേൾഡ് കാണണം, ജീവിതത്തിൽ റിയൽ ലൈഫിൽ കാണണമെന്ന് ആഗ്രഹിച്ചവരാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നാർണിയ എന്ന സിനിമ ഇപ്പോൾ റീബൂട്ടായി വരാൻ പോവുകയാണ്. യെസ്, നമ്മളുടെ ഗ്രേറ്റ് വിക്, യെസ്, നമ്മുടെ ബാർബി സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത അതേ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. 2018 നെറ്റ്ഫ്ലിക്സ് ആക്ച്വലി നാർണിയയുടെ റൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് അന്നേരം ഒരു മൂവിക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോഴാണ് ആ പ്രോജക്റ്റെല്ലാം കൺഫേം ആയിട്ടുള്ളത്. 2026 നാർണിയ തിയേറ്ററിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനു മുമ്പ് നാർണിയയുടെ ചരിത്രം അറിയണ്ടേ, അസ്ലാൻ ആരാണെന്ന് അറിയണ്ടേ? നോക്കിയാലോ. നാർണിയയുടെ ചരിത്രം തുടങ്ങുന്നത് 1950-ലാണ്. യെസ്, 1950 C.S. ലൂയിസ് എന്ന് പറയുന്ന റൈറ്റർ എഴുതി പുറത്തു വന്ന ഒരു നോവൽ, ഒരു 7 പാർട്ട് ബുക്ക് സീരീസാണ് നാർണിയ എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നോവൽ എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതലും ബെഡ് ടൈം സ്റ്റോറീസ് ബേസ് കാറ്റഗറിയിൽ വരുന്ന ഒരു നോവലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ വളരെ വലിയൊരു സക്സസ് ആയ ഒരു നോവൽ സീരീസ്, ഒരു ബുക്ക് സീരീസ് ആയിരുന്നു എന്ന് പറയാൻ കഴിയും. 7 ബുക്കുകളാണ് ഈ ഒരു നോവലിൽ വന്നിട്ടുണ്ടായിരുന്നത്. 1950 തൊട്ട് 1956 എന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ബുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ കാലത്ത് വളരെ വലിയൊരു സക്സസ് ആയ ഒരു നോവൽ സീരീസും കൂടെ ആയിരുന്നു. ഏകദേശം 120 മില്യൺ കോപ്പീസാണ് വിറ്റത്. 47 ലാംഗ്വേജിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. സോ വളരെ വലിയൊരു സക്സസ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ആൻഡ് ഈ ഒരു നാർണിയ ഫ്രാഞ്ചൈസി, ഈ ഒരു നാർണിയ ബുക്ക് നോക്കി 7 ബുക്കുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ബുക്കുകളുടെ പേരൊക്കെ നോക്കിയാൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ദ ലയൺ, ദ വിച്ച് ആൻഡ് ദ വാർഡ്രോബ് 1950 ബുക്ക് പുറത്തു വരുന്നത്. അതിനുശേഷം പ്രിൻസസ് കാസ്പിയൻ, ദ റിട്ടേൺ ഓഫ് നാർണിയ എന്ന് പറഞ്ഞ് 1951 സെക്കൻഡ് ബുക്ക് റിലീസാവുന്നുണ്ട്. അതിനുശേഷം ദ വോയേജർ ഓഫ് ദ ഡൗൺ ത്രെഡർ എന്ന് പറഞ്ഞ് 1952 മൂന്നാമത്തെ ബുക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ദ സിൽവർ ചെയർ എന്ന് പറഞ്ഞ് 1953 4ാമത്തെ ബുക്കും. ദ ഹോഴ്സ് ആൻഡ് ഹിസ് ബോയ് എന്ന് പറഞ്ഞ് 1954 ഒരു ബുക്ക് റിലീസാവുന്നുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ദ മാജിക്കൽ നെഫ്യൂ എന്ന് പറഞ്ഞ 1955 ദ ലാസ്റ്റ് ബാറ്റിൽ എന്ന പേരിൽ 1956 ഒരു ബുക്ക് റിലീസായി. 7 ബുക്ക് ഉള്ള ഒരു നോവൽ സീരീസ് ആയിട്ടാണ് നാർണിയ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നു ആ ഒരു കാലഘട്ടം. വളരെ ഒരു ട്രെൻഡ് സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ബുക്കിന് കഴിഞ്ഞിട്ടുണ്ട്. 1966 TV സീരീസിനുള്ള അഡാപ്റ്റേഷൻ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ബുക്ക്, സെക്കൻഡ് ബുക്ക്, തേർഡ് ബുക്ക് വരെയും TV സീരീസ് ആയിട്ട് 1967 ടു ആ ഒരു കാലഘട്ടങ്ങളിൽ TVയിൽ സീരീസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നു കാഴ്ചവെച്ചത്. 2005 നമ്മളുടെ വാൾട്ട് ഡിസ്നി, യെസ്, നമ്മൾ ഡിസ്നി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ്സ് അക്യൂർ ചെയ്യുന്നതും 2005 ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ, ദ ലയൺ, ദ വിച്ച്, ദ വാർഡ്രോബ് എന്ന ഫസ്റ്റ് സിനിമ പുറത്തു വരുന്നത്. 4 കുട്ടികളെയും ബേസ് ചെയ്തായിരിക്കും സിനിമ. ഒരു ഫാമിലിയിലുള്ള ചേട്ടനനിയന്മാരെ ബേസ് ചെയ്ത് അവർ നാർണിയെ കണ്ടുപിടിക്കുകയും പോർട്ടലിലൂടെ നാർണിയക്കകത്ത് വരികയും അവിടെയുള്ള വൈറ്റ് വിച്ചിനെ അസ്ലൻ എന്ന സിംഹത്തിൻ്റെ സഹായത്തോടെ തോൽപ്പിക്കുകയും അവിടുത്തെ രാജാവാകുകയും എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു ഫാൻറ്റസി ഫിലിം നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചൊരു സിനിമയായിരുന്നു നാർണിയ എന്ന് പറയുന്നത്. സോ അസ്ലൻ എന്ന സിംഹത്തിനെക്കുറിച്ച് തീർച്ചയായിട്ടും എടുത്ത് തന്നെ പറയേണ്ടി വരും. സിംഹത്തിനെക്കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അസ്ലാനെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2005 നാർണിയ, ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ, ദ ലയൺ, ദ വിച്ച്, ദ വാർഡ്രോബ് എന്ന സിനിമ വളരെ വലിയൊരു ഹ്യൂജ് സക്സസ് ആയിരുന്നു വാൾട്ട് ഡിസ്നിക്ക് സമ്മാനിച്ചത്. സോ അതുകൊണ്ട് 2008 ഇതിനൊരു സെക്കൻഡ് പാർട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ, പ്രിൻസസ് കാസ്പിയൻ എന്ന പേരിൽ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം വന്ന് നോക്കുകയാണെങ്കിൽ ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ, ദ വോയേജേഴ്സ് ഓഫ് ദ ഡൗൺ ട്രെജർ എന്ന് പറഞ്ഞ് 3 ഫിലിംസാണ് ഇതുവരെയും ഈ ഒരു ലൈവ് ആക്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം ഒരു 4th പാർട്ട് അനൗൺസ് ചെയ്തിരുന്നുവെങ്കിലും പിന്നെ അത് നടന്നില്ല, മുടങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കെ 2018 നമ്മളുടെ വാൾട്ട് ഡിസ്നിയുടെ കയ്യിൽ നിന്ന് നെറ്റ്ഫ്ലിക്സിന് ഇതിൻ്റെ റൈറ്റ്സ്, ഇതിൻ്റെ മൂവി റൈറ്റ്സ് കിട്ടുന്നത്. സോ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, പക്ഷേ നടന്നില്ല. ഇതൊരു സീരീസ് ആയിട്ട് വരുന്നു, നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ആയിട്ട് വരുന്നു എന്നൊരു റൂമേഴ്സൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് നോക്കുകയാണെങ്കിൽ ഒരു 10 പാർട്ട് വരുന്ന ഒരു മൂവിയായിട്ട്, ഒരു 10 പാർട്ടുകൾ വരുന്നൊരു മൂവിയായിട്ട് നാർണിയ പ്ലാൻ ചെയ്യുന്നുവെന്നും ഗ്രേറ്റ് വിക്, നമ്മളെ ബാർബിയൊക്കെ ഡയറക്റ്റ് ചെയ്ത അതേ ഡയറക്ടറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന വാർത്തയാണ് വരുന്നത്. 2026 ക്രിസ്മസോടെ കൂടി ഈ സിനിമ തിയേറ്ററിൽ വരുമെന്നും പറയുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ. ആൻഡ് നൈസ്. ആൻഡ് എത്ര പേര് ഈ ഒരു റീബൂട്ടിന് വേണ്ടി കാത്തിരിക്കുന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നാർണിയ ഫാൻസ്, അസ്ലൻ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നാർണിയ ബേസ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനൽ അപ്ലോഡ് ആകാൻ പോവുകയാണ്. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.